കാലത്തെല്ലാരും TV കണ്ടോണ്ടിരിക്കുകയാണല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കട്ടെ നമുക്ക്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ. നമ്മ ബണ്ണ് തന്നാ മതിയില്ലേ ബ്രേക്ക്ഫാസ്റ്റിന്? ബണ്ണാണാ? ബണ്ണല്ല, ബണ്ണ് ദോശ ഉണ്ടാക്കി തരട്ടെ. ബണ്ണ് ദോശ അത് പൊളിക്കും. എന്താ ഉണ്ടാക്കിയാലോ? വായോ വായോ വായോ. ഞാനിവിടെ 1 കപ്പ് റവ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന വറുത്ത റവയാണ്. വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്കിതേ ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇതേ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാവേ. പാൻ ചൂടായി വരുമ്പോഴേ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് പൊട്ടുകടല അതും കൂടി അങ്ങിട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഇതേ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് കറിവേപ്പില, പിന്നെ 1 പച്ചമുളക്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത്. ഇതെല്ലാം നമുക്ക് ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റിയെടുത്തതെല്ലാം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഞാനിവിടെ ഒരു കുട്ടി പാൻ എടുത്തിട്ടുണ്ടേ. നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കുന്ന പാനില്ലേ, അതുപോലത്തെ ഒരു പാൻ എടുത്താൽ മതി കേട്ടാ. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. നല്ല ബണ്ണ് പോലെ വീർത്ത് വന്നേക്കുന്നുണ്ടോ? ഇത് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതാണ് ബണ്ണ് ദോശ. നമ്മുടെ ബണ്ണ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമ്മുടെ ബണ്ണ് ദോശ ശരിക്കും ബണ്ണൂരിലുണ്ടല്ലേ നീ കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സഖി? നീ കുട്ടി കഴിച്ചു നോക്കിയടാ. നീക്കുട്ടി മോൾക്ക് ഞാൻ അപ്പ കഴിച്ചു നോക്കിയേ. നമ്മുടെ ശരിക്കും ബണ്ണ് പോലെ നല്ല സ്പോഞ്ചിയാണ്. നമുക്ക് ഇത്തിരി ചമ്മന്തി ഒക്കെ ഉണ്ട്, ചട്നി ഒക്കെ ഉണ്ട് ഇവിടെ. അതിലങ്ങോട്ട് മുക്കിയിട്ട് കഴിച്ചു നോക്കാം. ഓ എന്റെ മോനെ, ഇത് വേറെ ലെവലാട്ടോ. സംഭവം സൂപ്പറാണ്, ഒന്നും പറയാനില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ചമ്മന്തിയുടെ കൂടെ കേട്ടോ. കണ്ടോ കുട്ടീസൊക്കെ കഴിക്കണ നോക്കിക്കേ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ല ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ബൈ ബൈ.